ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെയിനായിട്ട് എൻ്റെ ലോഗോ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണുന്നതാണ് കേട്ടോ എൻ്റെ ലോഗോ. കുറച്ച് നാളായി വിചാരിക്കുന്ന എൻ്റെ പേജിന് വേണ്ടിയിട്ട് ഒരു ലോഗോ ചെയ്യണമെന്ന്, കുറച്ച് ക്യൂട്ടായിട്ടുള്ള എന്നാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ലോഗോ ചെയ്യണമെന്ന്. അങ്ങനെ ഫൈനലായിട്ട് ഞാൻ ഈ ഒരു ലോഗോ ആണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്താ പറയുക, ഇതിനു മുമ്പൊക്കെ ലോഗോ ഉണ്ടായിരുന്നു. അത് നോർമലി എസ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ആ ഒരു തീമിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായത്. അതിലൊരു ചേഞ്ച് വരുത്താമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. എൻ്റെ ടേബിൾ വൈറ്റ് ആയതുകൊണ്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഡെയിലി ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്താലേ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ. ദിവസവും ഞാനിങ്ങനെ തുടക്കാറുണ്ട്. പിന്നെ ഇന്ന് കുറച്ചും കൂടി ക്ലീൻ ചെയ്യാനുണ്ട്, ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അത് ഡീപ്പ് ക്ലീനിങ് ഒന്നും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ചെറിയ ചെറിയ ഷോർട്സ് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ആ ഒരു ഫ്ലവർ വേസ് ഉണ്ടല്ലോ, അതായത് തുലിപ്സ് ഇട്ട് വെച്ച ആ ഒരു വേസ് അതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. എന്താ പറയുക, ആ ഒരു വേസ് ഉണ്ടല്ലോ, അത് നല്ലൊരു സെറാമിക് പോട്ടാണ്. ഇതിനു മുമ്പൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ജസ്റ്റ് ഒരു വിൻറ്റേജ് ലുക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റിൻ്റെ പ്രിൻ്റൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് അതൊരു പ്ലെയിൻ ആയിട്ട് വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഓരോ ടൈം തോന്നും എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്യാമെന്ന്, ഓരോ ടൈം വിചാരിക്കും മിനിമലായിട്ട് ചെയ്യാമെന്ന്. അങ്ങനെ എന്താ പറയുക, ഓരോ മൂഡിനനുസരിച്ചിട്ട് ഓരോ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അങ്ങനെ തുലിപ്സൊക്കെ മൊത്തത്തിൽ ആ ഒരു വേസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് എൻ്റെ ടേബിളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട്. ഇത് കാണുന്നത് എൻ്റെ എന്താ പറയുക, ആ ഒരു സ്റ്റിക്കർ കളക്ഷൻ്റെ ആ ഒരു ഫയലാണ് കേട്ടോ. ഇതിനു മുമ്പും ഞാൻ അത് സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആകെ മൊത്തത്തിൽ അലങ്കോലമായിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അതൊക്കെ ഒന്ന് അടക്കി പുറക്കി വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫയലാണ് കേട്ടോ ഞാൻ എൻ്റെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാറുള്ളത്. ഞാൻ പുതുതായിട്ട് കുറച്ച് ഗ്രിഡ് പേപ്പേഴ്സൊക്കെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജേർണലൊക്കെ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുത്താൽ മതിയല്ലോ. ആദ്യം തന്നെ കുറച്ചങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് എൻ്റെ ലോഗോ കുറച്ചൊന്ന് പ്രിൻ്റ് എടുത്ത് വെക്കാനുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഓർഡറൊക്കെ കിട്ടിയാൽ അതിൽ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. എൻ്റെ ലോഗോ ഇതാണ്. ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഇമേജാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഷാസിയ ഡോട്ടിൻ എന്ന് എഴുതിയ ആ ഒരു ഇമേജാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ലോഗോ ഇഷ്ടപ്പെട്ടാലൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. എന്താ പറയുക, ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. പിന്നെ വേറെന്താ, പിന്നെ അത് മാത്രമല്ല, ലോഗോ മാത്രമല്ല, താങ്ക് യു കാർഡും കൂടി ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ലോഗോ കിട്ടാൻ കുറച്ചൊരു എന്താ പറയുക കഷ്ടപ്പാടായിരുന്നു കേട്ടോ. പിൻട്രസ്റ്റിൽ ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കിയാലും ഒരുപാട് ഇമേജസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിനൊത്തത് എനിക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറേ അങ്ങനെ ഒരുപാട് എടുത്തു വെച്ചിട്ട് അങ്ങനെ ഫൈനലൈസ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു ലോഗോ. എനിക്കെന്തോ നല്ലൊരു ക്യൂട്ട്നെസ് തോന്നുന്നു. പിന്നെ അത് മാത്രമല്ല, പ്രിൻ്റ് എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമുക്ക് ജസ്റ്റ് വരച്ചിട്ടും അങ്ങനെ ചെയ്യാമല്ലോ, അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വരക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ്. അതുകൊണ്ടാണ് ഞാനിതൊരു ലോഗോ ആയിട്ട് ചൂസ് ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് കമൻറ്റ് ചെയ്യാം. അതുമാത്രമല്ല, നിങ്ങൾക്കിപ്പം എൻ്റെ ചാനലിൽ ഏത് ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ആ ഒരു ഇതനുസരിച്ചിട്ട് ഇനി വീഡിയോ ചെയ്യാമല്ലോ. നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ളത് ഇതുപോലുള്ള താങ്ക് യു കാർഡ്സ് ആണ് കേട്ടോ. ഇതും ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ കട്ട് ചെയ്യുന്നതാണ്. ഇത് ഈ പേപ്പർ ട്രിമ്മർ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. അങ്ങനെ രണ്ടും കൂടി കട്ട് ചെയ്തിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു സംഭവങ്ങളൊക്കെ ഞാനൊരു ബോക്സിലിട്ട് വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. എൻ്റെ കയ്യിലൊരു ചെറിയൊരു ട്രാൻസ്പെറൻറ്റ് ബോക്സ് ഉണ്ടായിരുന്നു. അതിലാണ് ഞാൻ ഇട്ട് വെക്കുന്നത്. ഈ ബോക്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ കുറേ മുമ്പേ എൻ്റെ കയ്യിലുള്ളതായിരുന്നു കേട്ടോ. ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കുന്ന ഒരു ബോക്സായിരുന്നു. അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതൊരു ട്രാൻസ്പെറൻറ്റ് പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ
ഞാൻ വിചാരിച്ചു ചെറിയൊരു എന്തെങ്കിലും സ്റ്റിക്കർ വെച്ചിട്ട് അതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ ഡെക്കറേഷൻ തന്നെയാണല്ലോ നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി. അതുകൊണ്ട് ഈ ഒരു ബോക്സിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള ഇമേജ് കൂടി സ്റ്റിക്കാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇനിയിപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.